Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായുള്ള ക്രീമി ബട്ടർ ഗാർലിക് എഗ്ഗിന്റെ റെസിപ്പിയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു എഗ്ഗ് ഡിഷ് എന്ന് പറയുന്നത് വളരെ ക്രീമിയാണ്. അതുമാതിരി തന്നെ നല്ല സ്മൂത്ത് ആണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിലെ കിച്ചണിലുള്ള ഐറ്റംസ് മാത്രം മതി എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി നമുക്കൊരു 6 മുട്ട നമുക്ക് ഒരു ബോളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അടുത്ത ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുത്ത എഗ്ഗ് നമുക്ക് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായി സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ബട്ടർ മെൽറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് വലിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമ്മൾ മീഡിയത്തിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എഗ്ഗ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് വലിയ പീസുകളായിട്ട് തന്നെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എഗ്ഗ് കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫേമായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ വലിയ പീസുകളായിട്ട് തന്നെ നമ്മൾ എഗ്ഗ് നല്ല ഫേമായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മളുടെ എഗ്ഗ് കുക്കായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തായി സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം അടുത്തായി നമ്മളൊരു പാത്രത്തിലേക്ക് കുക്ക് ചെയ്തൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി വീണ്ടും സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ നമ്മൾ പാനിലേക്ക് ഇടുകയാണ്. അതിന് കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ബട്ടർ മെൽറ്റ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ചോപ്പ് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിട്ട ഗാർലിക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒറിഗാനോ, നമ്മൾ ഒഴിച്ച പാൽ നന്നായി തിളച്ചതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ട് 4 സ്ലൈസ് ചീസിലേക്ക് നമുക്കിട്ട് ചീസ് മെൽറ്റ് ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അതുമാതിരി തന്നെ നമ്മൾ ചീസും ബട്ടറും ഒരു റെസിപ്പിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റെസിപ്പിയിൽ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് വളരെയധികം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ റെസിപ്പിക്കായിട്ട് ഇന്ന് നമ്മൾ ഒറിഗാനോ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഒറിഗാനോ ഒരു ചെറിയ ബോട്ടിൽ മേടിച്ച് വെക്കുന്നതാണ്. നമ്മളുടെ വളരെയധികം റെസിപ്പികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല ഫ്ലേവർ കൊടുക്കുന്നൊരു ഹെർബാണ് ഒറിഗാനോ. അപ്പോൾ അത് നിങ്ങൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പല റെസിപ്പിക്കകത്തും ഈ ഒറിഗാനോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, അതുമാതിരി തന്നെ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിനും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിനും വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഓരോ ലൈക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മുടെ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോസ് നല്ല തിക്കായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത നമ്മളുടെ എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ഇടാം. എഗ്ഗ് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിന്ന് സോൾട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ അല്പം കൂടി ഇടാം. നമ്മളുടെ സോസിന് കറക്റ്റ് സോൾട്ടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇടുന്നില്ല. അടുത്തതായി നമുക്ക് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്ത നമ്മളുടെ എഗ്ഗും നമ്മളുടെ സോസും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഷ് ഇവിടെ റെഡി ആവുന്നതാണ്. കഴിച്ച് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ സോസ് നല്ല തിക്കായിട്ടുണ്ട്. കുക്ക് ചെയ്ത എഗ്ഗ് നമ്മളുടെ സോസിൽ കിടന്ന് നന്നായിട്ട് സോസൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോയും ചോപ്പ് ചെയ്ത ഒനിയനും ചോപ്പ് ചെയ്ത മല്ലിയിലയും അതിന് കൂടെ തന്നെ ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഗൈസ് നമ്മുടെ ക്രീമി ബട്ടർ ഗാർലിക് കേക്ക് വളരെ ടേസ്റ്റിയാണ്, വളരെ ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്രീമി ഡിഷാണിത്. നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നമ്മുടെ കമന്റ് സെക്ഷൻ ചെയ്തിരിക്കാനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അതുമാതിരി നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സും കൊടുക്കാം. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈ സീ വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.